ഹലോ വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റി മീൻസ്. ഇന്ന് നമുക്ക് ഈവനിങ്ങിലും അതുപോലെ ഇഫ്താറിനുമൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ബ്രെഡ് വെച്ചിട്ടുള്ള പോക്കറ്റ് ഷവർമ വളരെ എളുപ്പത്തിലും നല്ല രുചിയിലും എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ഷവർമ മിക്സ് തയ്യാറാക്കിയെടുക്കാനുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 160 ഗ്രാമോളം വരും. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/3 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു 1/3 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ ഒരു നുള്ള് ഗരം മസാലയും 1 ടേബിൾ സ്പൂണ് തൈരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ നമ്മൾ മസാല നല്ലപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ അതിലോട്ട് ചേർത്തിട്ട് ഇരുവശവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇരുവശവും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് മാറ്റി കൊടുക്കാം. ബ്രെഡൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു 1/3 കപ്പോളം കുക്കുംബർ എടുത്തിട്ട് 1 ടീസ്പൂണ് വിനെഗറും അതുപോലെ 2 നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് തലേ ദിവസമൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ഷവർമ മിക്സ് കഴിക്കാനായിട്ട്. ഇതിവിടെ മാറ്റി വെച്ച് നമുക്ക് 2 സ്ലൈസ് ബ്രെഡ് എടുക്കാം. ഇതുപോലെ ഞാൻ 16 ബ്രെഡാണ് എടുക്കുന്നത്. ആ ഒരു അളവിലാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഒരു റോളർ വെച്ച് ജെന്റ്ലി ഈ ഒരു ബ്രെഡ് ഒന്ന് പ്രസ് ചെയ്തൊന്ന് റോൾ ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഒരു കട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റീൽ പാത്രം വെച്ചിട്ടോ ഗ്ലാസ് വെച്ചിട്ടോ റൗണ്ട് ഷേപ്പിൽ നമുക്ക് നമ്മുടെ ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അരികൊക്കെ നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ ബാക്കി ബ്രെഡുകളും നമുക്ക് ഇതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ പത്തിരി പ്രസ് വീട്ടിലുണ്ടെങ്കിൽ ആ ഒരു പത്തിരി പ്രസ് വെച്ചിട്ട് പ്രസ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ടത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ്ഗ് നല്ല പോലെ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഒരു ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് ക്രംസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു ബ്രെഡ് ഓരോന്നായിട്ട് എടുത്തിട്ട് എഗ്ഗിലാദ്യം ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും എഗ്ഗ് എത്തുന്ന രീതിയിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്രെഡ് ക്രംസിലും കൂടെ റോൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ബ്രെഡ് ഒന്ന് റോൾ ചെയ്തെടുക്കുമ്പോൾ നല്ല പോലെ പ്രസ് ചെയ്ത് റോൾ ചെയ്തെടുക്കാനും അതുപോലെ ഈ ഒരു എഗ്ഗിൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ലപോലെ ഡിപ്പ് ചെയ്തെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബ്രെഡിൽ ഹോൾസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല ഈസി ആയിട്ട് സാധിക്കുകയും ചെയ്യും കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ബ്രെഡും ഒന്ന് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് നല്ല പോലെ ചൂടായിട്ടുള്ള ഓയിലിലോട്ട് ഓരോ ബ്രെഡും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടുത്ത് തന്നെ നിന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, പെട്ടെന്ന് ആയി കിട്ടും. ഇത് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിത് വറുത്ത് കോരാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ല, നമ്മുടെ ബ്രെഡ് നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇത് ഓയിൽ നിന്നും മാറ്റി കൊടുക്കാം. ഇതുപോലെ സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എണ്ണ ഒന്നും കുടിക്കില്ല, നല്ല ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ ബ്രെഡും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ടോട്ടൽ 8 സെറ്റ് ബ്രെഡാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുള്ള ബ്രെഡ് ഇതുപോലെ നടുവിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ പോക്കറ്റ് പോലെ ഉണ്ടാവും കേട്ടോ ഉള്ളിൽ. ഇനിയിപ്പോൾ ഇതുപോലെ ഒട്ടിക്കെടുക്കുക എങ്ങാനും ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും ഒട്ടിക്കെടുക്കൊന്നുമില്ല എന്താണെങ്കിലും. ഇത് കണ്ടില്ലേ, നമ്മുടെ പോക്കറ്റ് പോലെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് ബാക്കി എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് നടുവിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പോക്കറ്റും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള ഫില്ലിങ്സ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു 1/2 കപ്പോളം ക്യാബേജ് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമുക്കൊരു 1/3 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത്, അതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു 1/3 കപ്പ് ക്യാപ്സിക്കം യെല്ലോ കളറിലുള്ളതും, അതുപോലെ 1/3 കപ്പ് ക്യാപ്സിക്കം ഒരു റെഡ് കളറിലുള്ളതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്തെടുത്തിട്ടുള്ള കുക്കുംബർ 1/3 കപ്പ് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വിനെഗറിൽ സോക്ക് ചെയ്തെടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വിനെഗറിൽ സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ആ ഒരു പുളിയും ആ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഇത് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം ഉപ്പ് റെഡി അല്ലേ എന്നുള്ളതൊക്കെ നോക്കാം. ഇനി നമുക്ക് മയോണൈസും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ താഴെ കൊടുക്കാം. ശേഷം 1 ടേബിൾ സ്പൂണ് കെച്ചപ്പും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലോട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാവുന്നതാണ്. ഇഷ്ടമില്ലാത്തത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സാണിത്. നമ്മുടെ ആ ഒരു ചിക്കനൊക്കെ നല്ല ഫ്ലേവറുള്ള ചിക്കനാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നമ്മുടെ ഓരോ ബ്രെഡ് പോക്കറ്റും എടുത്തിട്ട് ഇതുപോലെ ഫില്ലിങ്സ് നിറച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ലെറ്റ്യൂസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ അതവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാല്ലാ ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.